ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാകുകയാണെങ്കിൽ നീ ഒന്ന് വിളിച്ചാ മതി. ശിവൻ പറന്നെത്തും. കാരണം ശിവോഹം 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 ശിവോഹം. എന്താ? അതെ, എനിക്കിത് നിയോഗം. നിനക്കിതൊരു വിയോഗമാവാതിരിക്കട്ടെ. കളക്ടർക്ക് വെടിയേറ്റില്ലേ? അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഞാനല്ലേ? പക്ഷേ അവരെ വെടിവെച്ചത് ആരാന്ന് നിനക്കറിയില്ലല്ലോ. എടാ, അത് നീ വീട്ടിൽ നിന്ന് അതും ഇതും പറഞ്ഞു പോരുന്നത് ഈ തെണ്ടിയുമായിട്ട് കറങ്ങാനായിരുന്നല്ലേ? എന്താടി നിനക്ക് ഇവനുമായിട്ടുള്ള കാര്യം? ഇതൊരു പൊതു സ്ഥലമല്ലേ, കണ്ടുമുട്ടിയ കുശലം പറയുന്നത് സ്വാഭാവികം. നീ മിണ്ടരുത്. ഞാൻ ചോദിക്കുന്നത് എന്റെ അനുജത്തിയോടാ. പറയടി, ഇവനുമായിട്ട് എന്താണ് നിനക്ക് ബന്ധം? എനിക്കിഷ്ടമാണ് ശിവനെ. അവള് ബാക്കി കൂടി പറയട്ടെ. ശിവനെ അല്ലാതെ മറ്റാരും ഞാൻ കല്യാണം കഴിക്കൂല. ഇതെന്റെ തീരുമാനമാണ്. വീട്ടുകാരും ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. കുടുംബത്ത് മാനക്കേടുണ്ടാക്കിയിട്ട് നിന്ന് മതപ്രസംഗം നടത്തുന്നോ? വാടിയുടെ വാടി ഇവിടെ നിൽക്കുക. കാര്യം നിന്റെ പെങ്ങളൊക്കെയാ. പക്ഷെ എന്തെങ്കിലും പറയണമെങ്കിലോ ചെയ്യണമെങ്കിലോ അതൊക്കെ അങ്ങ് വീട്ടിൽ കൊണ്ടുപോയി ചെയ്തോളണം. നടു റോഡിലിട്ട് ആളാവാൻ നോക്കിയാ തടി കേടാവും. എടാ, നിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്കറിയാം. ഇവളെ പ്രലോഭിപ്പിച്ച് കൂടെ കൂട്ടി പ്ലാമൂട്ടി കുടുംബത്തിന് മാനക്കേടുണ്ടാക്കണം. എന്നിട്ട് ഞങ്ങളെല്ലാം കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യണം. എടി മോളെ, ഇവൻ നിന്നെ കൂടെ കൊണ്ട് നടക്കുന്നത് ചതിക്കാനാണ്. അതിന് ഇവന്റെ വീട്ടുകാർ കാമുകന്റെ റോളും കൊടുത്ത് ഇവനെ പറഞ്ഞു വിട്ടിരിക്കുക. നിന്നെ ഇവൻ കെട്ടുമെന്നാണോ നീ ഓർത്തിരിക്കുന്നത്? ഇവന്റെ ഈ ചതിപ്പെട്ട നീ നശിച്ചു പോകത്തേ ഉള്ളൂ. നമ്മുടെ കുടുംബം തകർക്കാൻ വേണ്ടി ഇവനും ഇവന്റെ അച്ഛനും കൂടി കണ്ടെത്തിയ വഴിയാണ് ഈ പ്രേമ നാടകം. നിനക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. കഷ്ടം. എന്നെ ഇവൾക്കറിയാം, എനിക്ക് ഇവളെയും. അത് മതി ഞങ്ങൾക്ക്. പിന്നെ ജീവിക്കുന്ന കാര്യം, ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിക്കുക തന്നെ ചെയ്യും. അതിന് നീയും നിന്റെ അച്ഛനും തടസ്സമായി വന്ന എന്ത് ചെയ്യണമെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. നീ ഇപ്പൊ പോ. നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാകുകയാണെങ്കിൽ നീ ഒന്ന് വിളിച്ചാ മതി. ശിവൻ പറന്നെത്തും. കാരണം ശിവോഹം 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 ശിവോഹം. എന്താ? അതെ, എനിക്കിത് നിയോഗം. നിനക്കിതൊരു വിയോഗമാവാതിരിക്കട്ടെ. നമുക്ക് കാണാം. കാണാടാ. വാടിയോടെ ശിവ, ഇങ്ങോട്ട് വരാൻ.
പിന്നെ ഉം. ആ ഹൈദ്രോസക്ക ദേ അപ്പുറത്തുണ്ട്. ഓ ശരി. എന്താ ആ ഹൈദ്രോസക്ക ഒന്ന് കാണാനാ. എന്താ കാര്യം? ആ അത് പിന്നെ കാശ് പിരിക്കാൻ വന്നതാ. സാറേ എന്താ ക്യാഷ് പിരിക്കാൻ വന്നതാ? നീ ഏതാടാ? ആ പുതിയ ആളാ, രോഹിത്. ആ, ഇതേ മുതലും പലിശം ചേർത്തേ 60,000 രൂപയുണ്ട്. അതൊക്കെ ശരി തന്നെ. പക്ഷേ ഞാൻ കാശ് വാങ്ങിയത് നിന്റെ കയ്യിൽ നിന്നല്ലോ, സത്യഭാമയുടെ കയ്യിൽ നിന്നല്ലേ. അവളോട് വരാൻ പറ. പഴയ ചെറിയൊരു കണക്ക് ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കാനുണ്ട്. അത് തീർത്തിട്ടേ ബാക്കി കാശ് തന്നാ പോരെ? ആ, അത് നിങ്ങൾ തമ്മിലുള്ള പഴയ കണക്കല്ലേക്കാ. ആ കണക്കിന്റെ കൂടെ ഈ കണക്ക് കൂട്ടണ്ട. ആദ്യം ഇതൊന്ന് തീർക്ക്. അത് നിങ്ങൾ സൗകര്യം പോലെ പറഞ്ഞു തീർത്താ മതി. അത് നടക്കില്ലല്ലോ മോനെ. അയ്യോ അതിക്ക എന്നെ ചതിക്കല്ലേ. ആ പണം കൊണ്ടുപോയി സത്യാമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ അത് എന്റെ പണിയെ ബാധിക്കുക. അതുകൊണ്ട് സഹായിക്കണം. കേട്ടില്ലടാ, ഇവനെ ഞാൻ സഹായിക്കണം പോലും. ചായ കുടിക്കാൻ ഒരു 100 രൂപ കാശ് കൊടുത്ത് സഹായിച്ചാ മതിയോ? പണം വാങ്ങിച്ചു എന്ന് പറഞ്ഞത് സത്യമാ. പക്ഷേ ഞാൻ അവൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതല്ല, അവളെ ഇവിടെ വരുത്താൻ വേണ്ടി വാങ്ങിച്ചതാ. അതെന്തിനാണെന്നറിയോ? ഹൈദ്രോസിന് അവളെ ഒന്ന് അടുത്ത് കാണാനാ. പഴയ ഒരു ലോഹ്യമാണെന്ന് കൂട്ടിക്കോ. അടിച്ചു പതും വരുത്തറായി നായിന്റെ മോനെ. അടിയടാ. ഇവൻ നടന്നു പോകാൻ പാടില്ല. അടിച്ച് കാലൊടിക്കടാ. ആ